ദൈവം തെരഞ്ഞെടുത്തു. ഒറ്റ ഭാഗത്ത് അതും തെളിയിച്ച് വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. വിമർശന ബുദ്ധിയോട് ചിലതിനെ ചൂണ്ടിക്കാണിക്കുകയല്ല. ഇന്ന് പകൽ നമ്മളുടെ ദൗത്യം പറഞ്ഞ് മുന്നോട്ട് വരുവാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് മാത്രമായിരിക്കും ഈ പ്രാർത്ഥന. ആമേൻ. വൈകിട്ട് വന്നിട്ട് ആരാധിക്കാൻ ഓർത്ത് ആരെന്ന് പകൽ ഇവിടെ ഇരിക്കരുത്. ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയ ലാസ്റ്റ് ചാൻസ് ആണെന്ന് ഓർത്ത് സ്വതന്ത്രം പറഞ്ഞോളാം. അമ്മയെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്റെ ഓരോ പുസ്തകവേദിയിലും എന്റെ അവസാനത്തെ ശുശ്രൂഷയായി ഇത് എന്ന് പറഞ്ഞാൽ നാട്ടുകാരൻ അടിച്ചു കൊല്ലുന്നല്ല. അടുത്ത ഞാൻ എന്റെ പ്രസംഗം തീർന്നാലുടനെ എന്റെ കർത്താവ് വരുമെന്ന് ഞാൻ അങ്ങ് ഉറച്ചു. ഈ പ്രസംഗം ആശീർവാദം പറഞ്ഞാലുടനെ എന്റെ നാളിൽ വരുമെന്ന് ഉറച്ച് എന്റെ പ്രസംഗത്തിൽ കളങ്കമുണ്ടാകത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കളങ്കമുണ്ടാകത്തില്ല. നമ്മുടെ ആരാധനയിൽ കളങ്കമുണ്ടാകത്തില്ല. ആരാധിച്ചു തുടങ്ങുമ്പോൾ ചിന്തിക്കണം, ഈ ഭൂമിയിലുള്ള ലാസ്റ്റ് ആരാധനയാണ് ഇത് എന്ന് ഓർത്ത് ആരാധിച്ചു. തീർച്ചയായിട്ടും അതിനകത്തിന് മഹത്വമുണ്ട്. ഒന്നാമത്തെ വർഗം പ്രവാചകന്മാർ, രണ്ട് പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, മൂന്ന് പ്രഭുക്കന്മാർ, നാല് ദൈവത്തിന്റെ ജനം. ഒന്നാമത്തെ പേരിലേക്ക് വിളിക്കുക പ്രവാചകന്മാർ. ആരാണ് പ്രവാചകൻ? ആരാണ് പ്രവാചകൻ? ഒത്തിരി വാക്യങ്ങളുടെ പിൻബലമെടുത്ത് നിങ്ങളെ അവതരിപ്പിക്കാതെ വേഗത്തിൽ ആത്മീയാർത്ഥങ്ങൾ മാത്രം പറഞ്ഞ് നമുക്കെല്ലാം സുപരിചിതമായ ഭാഗങ്ങളാണ് ഓടിച്ചോടിച്ച് പറഞ്ഞു പോവുകയാണ്. പ്രവാചകൻ അവൻ ദൈവത്തിന്റെ നാവായിരിക്കണം. സ്വതന്ത്രം പ്രവാചകൻ പ്രവാചകൻ രാഷ്ട്രീയ പ്രസംഗമല്ല, നമ്മൾ ആത്മീയ ശുശ്രൂഷയായതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് അവൻ ചേർന്ന് കർത്താവിനെ ശ്രദ്ധിച്ച് അവൻ ഈ ഭാഗം കേട്ടത് അവന് നന്ദി പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് മുമ്പോട്ട് പോകും. ശ്രദ്ധിക്കുക. ഒന്നാം പ്രവാചകൻ അവൻ ദൈവത്തിന്റെ നാവായിരിക്കണം. അർത്ഥം തന്റേതായിട്ടൊന്നും പറയാൻ അനുവാദം ഇല്ല. ദൈവത്തിന്റെ നാവിൽ ഇത് വ്യാജം പ്രസ്താവിക്കുന്ന അർത്ഥമല്ല. വാക്കുമാറ്റുവാൻ ഇവൻ മനുഷ്യനല്ലെന്ന് ദൈവത്തെ വന്നിച്ച് പറയുമ്പോൾ മനുഷ്യൻ പ്രവാചകനെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നു പ്രവാചകൻ എന്റെ ആദരമായിരിക്കണം, വാക്കുകളിൽ വിശ്വസ്തതയുണ്ടായിരിക്കണം. സ്വതന്ത്രം പറഞ്ഞാട്ടെ. പ്രവാചകൻ ദൈവത്തിന്റെ നാവ. ഈ നാവിൽ അശുദ്ധിയായത് പ്രസ്താവിക്കുവാൻ അനുവാദം ഇല്ല. അമ്മേ, മറ്റൊന്ന് പ്രവാചകൻ ദൈവത്തിന്റെ നാവെങ്കിൽ ഈ ആദരം തുറക്കുമ്പോൾ ജനം ദൈവത്തെ അറിയണം. അവൻ ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ ദൈവം വെളിപ്പെടാത്ത പ്രവചനം പ്രവചനം അല്ല. വിശുദ്ധി വെളിപ്പെടാത്ത പ്രവചനം പ്രവചനം അല്ല. പ്രവാചകൻ പ്രവചനം ഇത് മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, സ്വർഗം വെച്ച മഹനീയ അനുഭവം. പക്ഷേ കാലക്രമേണ ഞാനും നിങ്ങളും ഇങ്ങനെയെല്ലാം കൂടെ ചവിട്ടുകൊണ്ടിരാക്കിക്കളഞ്ഞ് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും കാലുപോലെ പ്രവചനത്തെ വലിച്ചെടുക്കുമ്പോൾ ദൈവിക മനസ്സിലേക്ക് മടങ്ങി വരുവാൻ ഈ നാലാമത്തെ അഞ്ചാമത്തെ പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു വാണി തരികയാണ്. രണ്ട്, പ്രവാചകൻ ദൈവത്തിന്റെ ഹൃദയം അറിയുന്നവനാണ്. ഏലിയാവ് വിശുദ്ധനായ ദൈവം വിഗ്രഹങ്ങളെ വെറുത്തപ്പോൾ ഏലിയാവ് നീയും വിഗ്രഹങ്ങളെ വെറുക്കാൻ കുമ്പരം പറയുകയല്ല. വിശുദ്ധി അറിഞ്ഞവൻ ആ സ്വഭാവത്തിനെ കായി തുടങ്ങിയപ്പോൾ അവൻ അറിയാതെ മറ്റുള്ളതിനെ വെറുക്കാൻ തുടങ്ങി. പ്രവാചകന്റെ പ്രത്യേകത മറ്റൊരു പ്രവചനത്തിന്റെ പിൻബലമില്ലാതെ നേരത്തെ ആ വിശുദ്ധൻ പറഞ്ഞ വാക്ക് ഡയറക്റ്റ് ദൈവത്തിന്റെ പ്രാപിച്ച് കൈമാറുന്ന വ്യക്തിയാണ്. ദൈവത്തിന് പ്രാപിച്ചു കൊടുക്കുക, ദൈവത്തെ അറിഞ്ഞു കൊടുക്കുക, ഇത് പ്രവാചകന്റെ ദൗത്യമാണ്. സ്വന്തം പറഞ്ഞാട്ടെ. അല്ലാതെ വണ്ടിയുടെ കളർ മാറുന്നത് പറയുന്നത് പ്രവാചകനല്ലെന്ന്. പ്രവാചകന്റെ ലിസ്റ്റിൽ കൂട്ടാതെ അക്കൗണ്ട് നിറയുന്നത് പറയുന്നത് ദൂതല്ലെന്ന്. അതിനനുസരിച്ച് കൈകൊട്ടാതെ വിശുദ്ധിയെ വരച്ചു കാണിക്കുന്നില്ലെങ്കിൽ ദൂതല്ല. സ്വന്തം പറഞ്ഞോളാം. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ലാസ്റ്റ് ചാൻസ് ആണെന്ന് അറിയത്തില്ല, എങ്കിലും കൈമാറി വിടുകയാണ്.
കാശ് മുടക്കി MBBS പഠിച്ചു, ഡോക്ടറായി. 1 ദിവസം ജോയിൻ ചെയ്യാൻ വേണ്ടി പുല്ലൂർ ഹോസ്പിറ്റലിലാണ് ഡോക്ടറിൽ നിന്ന് കയറിട്ട് ഫോൺ എടുത്ത് കിടക്കി ഞങ്ങളെ വിളിച്ചിട്ട് ചോദിക്കുക, എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, പാസ്റ്ററേ ഞാൻ അകത്തോട്ട് കയറണോ വേണ്ടയോ ഒന്ന് പ്രാർത്ഥിച്ചു പറ. നമ്മുടേതായ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി വലിച്ചിഴയ്ക്കുന്ന മാധ്യമം അല്ല പ്രവചനം. 21ാം നൂറ്റാണ്ടിലെ തലമുറ പ്രവചനം കണ്ടിട്ടില്ല. ഞാനടക്കം. പ്രവാചകന്റെ ഹൃദയം, പ്രവാചകൻ ദൈവത്തിന്റെ ഹൃദയമറിഞ്ഞ് പ്രതികരിക്കുന്നവനായിരിക്കണം. അഥവാ ഇവന്റേതായിട്ട് ഭയം വെച്ച് പ്രതികരിക്കാൻ അറിയത്തില്ല. ഏലിയാവ് ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞപ്പോൾ ആഹാബിനോട് വിളിച്ചു പറയുക, ആഹാബേ മറ്റൊരു പ്രവചനത്തിന് പിന്നിൽ ഏലിയാവിനില്ല. ഏലിയാവ് എന്ന് പറയുക, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിലിവിടെ മഞ്ഞോ മഴയോ പെയ്യത്തില്ല. ദൈവത്തിന്റെ ഹൃദയം അറിയുന്നവൻ അതരം ധരിപ്പിക്കാൻ തുടങ്ങുന്നത് ചിലപ്പോൾ പോഷകരമായിരിക്കും. പക്ഷേ സ്വർഗ്ഗം അവനെ അംഗീകരിച്ചുകൊണ്ട് പ്രകൃതി അവനെ നിയന്ത്രിച്ച് രാജ്യങ്ങളെ ഭയപ്പെടുത്തി അവൻ നിന്നോടൊപ്പം നിൽക്കുമെന്ന്. ചിലപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിന് നിരക്കാത്തതായിരിക്കാം പ്രവചനം നാം പ്രഖ്യാപിക്കുന്നത്, പോഷകരമായിരിക്കാം, പാരമ്പര്യത്തിന് ചേർന്നതായിരിക്കാം. പക്ഷേ ദൈവം അതിനെ അംഗീകരിക്കുമ്പോൾ അവൻ നിന്നെ ഒറ്റപ്പെടുത്തത്തില്ല. നിന്നോടൊപ്പം ഏത് പർവ്വതത്തിലും ഏത് ഇരുളിലും ഏത് നദിയിലും അവൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. പക്ഷേ നീ അവന്റെ ഹൃദയം അറിയണം. സ്വന്തം പറഞ്ഞാട്ടെ. മൂന്ന്, പ്രവാചകന്റെ ഹൃദയം സഞ്ചരിക്കുന്നതായിരിക്കണം. ഒരിക്കലും പ്രവാചകൻ പറയുന്നുണ്ട്, പാവത്താൻ എവിടെയും പോയി 10 കാശ് മേടിച്ച് ജീവിച്ചാലായിരുന്നു. കൂടെ ഇരുന്നാള് ആരോഗ്യത ന്യൂട്രിപ്പുറയിൽ പോയി പൈസ മേടിക്കാനും സമ്മാനം മേടിക്കാനോ ഈ പ്രവാചകൻ അവരോട് തിരുന്നതേ ഉള്ളൂ. അദ്ദേഹം വിളിച്ചു പറയുക, എന്റെ ഹൃദയം നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. മുമ്പിൽ വരുന്നതിന് മാത്രമല്ല, നമുക്കറിയാത്ത മേഖലകളെയും വെളിപ്പാടിൽ തിരിച്ചറിയുന്നത് സഞ്ചരിക്കുന്ന ഹൃദയമുള്ളതായിരിക്കണം പ്രവാചകൻ. സ്വന്തം പറഞ്ഞാട്ടെ. ഇപ്പോൾ ഓർക്കുക, ഞാൻ പ്രവാചകനാണോ എന്നൊക്കെ ചിലർക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. എന്റെ പ്രവചനമായിരുന്നു എന്നൊക്കെ ഓർക്കുന്നുണ്ട്. ശ്രദ്ധിക്കണമേ, ദൈവം വെളിപ്പെടാത്ത പ്രസംഗമല്ല, പ്രവചനമല്ല, ആരാധനയല്ല. നാട്ടിലുള്ള കൂട്ടയിണക്കത്തിന് വേണ്ടി ആരും കൈ കൊടുക്കരുത്. വിശുദ്ധിക്ക് വേണ്ടി ശ്രദ്ധിക്ക്. പ്രവാചകൻ ഹൃദയം സഞ്ചരിക്കുന്നതായിരിക്കണം. നിന്ന് പറഞ്ഞു പോകുന്നില്ല. നിങ്ങൾ എടുക്കുന്നൊരു തീരുമാനമായിരിക്കും ഇനി മുമ്പോട്ടുള്ള ഓരോ സെക്കൻഡിലും തമ്പുരാൻ ചെയ്യാനുള്ള പദ്ധതികളുടെ താക്കോൽ ഇന്ന് പകൽ തമ്പുരാനോട് കൈമാറും. പ്രാഗൽഭ്യത്തോടെ അതിനെ പ്രാപിച്ച് മുമ്പോട്ട് നീങ്ങുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. ശ്രദ്ധിക്കുക, ആത്മീയ സകലത്തെയും പ്രവാചകന്റെ കണ്ണ് ഇമ വെട്ടാൻ പാടില്ല. എന്നെ ചൊല്ലിയ പ്രവാചകന്റെ കണ്ണിൽ ഇമ ചെയ്യരുത്, വെട്ടരുത്, അത് തുറന്നുകൊണ്ടിരിക്കണം. ആത്മീയ സകലത്തെയും വിവേചിക്കുന്നു. ഇനി ഈ പ്രവാചകൻ ഇന്നുള്ള ഞങ്ങളെ പോലെ ദൂക്കിരി സാധനങ്ങളും നിങ്ങൾ ചിന്തിക്കേണ്ട. ദൈവത്തിന്റെ മനസ്സുള്ള പ്രവാചകന്മാരെ നിങ്ങൾ ഓർക്കണം. ശ്രദ്ധിക്കണം. പഴനിമകാലം ചിന്തിക്കണം. എല്ലാവരും കേൾക്കുന്ന കാരണം പഴനിമകാലത്ത് ഒറ്റയടിക്ക് തകർത്ത കളയുക വേണ്ടെന്ന് പറയുമ്പോൾ, പഴയ നിയമകാലത്ത് ഒരു പ്രവാചകൻ ഏതെങ്കിലും തിരുവനന്തപുരത്തേക്ക് ഒരു പ്രവാചകൻ വരുന്നു എന്ന് കേൾക്കുമ്പോഴേ ജനങ്ങൾ നിറയ്ക്കും. കുഞ്ഞുകുട്ടി മുതൽ സിംഹാസനത്തിലിരിക്കുന്ന രാജാവ് വരെ അവന്റെ മുട്ടുകാലിടിക്കാൻ തുടങ്ങും. മറ്റൊന്നുമല്ല, ഏലിയാവ് വരുന്നതോ ഏലീശ വരുന്നതല്ല, ദൈവത്തിനെന്തോ ഒന്ന് പറയാനുണ്ട്. പ്രവാചകനെ കാണുന്നവൻ ദൈവത്തെ കാണുമായിരുന്നു. സ്വത്രം നീ ശരിയല്ല രാജാവ് എന്ന് പറയുമ്പോ പിന്നെ ട്രാൻസ്ഫർ കൊടുക്കത്തില്ല. രാജാവ് കൽപ്പന പുറപ്പെടുവിക്കും. പ്രവാചകന്റെ അതരം രാജ്യമുള്ളത് കൽപ്പനയായി രൂപാന്തരപ്പെടുമായിരുന്നു. വിളിച്ചു പറയും, രട്ടെടുക്കുക, വെണ്ണയിൽ എനിക്ക് അനുദപിക്കുക. രാജാവടക്കം കവിണ്ണു വീടുകളത്
കരയുവാനും വചനമായി ഈ ആലയത്തെ, ഈ പ്രസ്ഥാനത്തെ തമ്പുരാൻ ഇവിടെ ആദരിക്കാൻ പോവുകയാണ്. ഒറ്റവാക്ക് യാഥാർത്ഥ്യ പ്രവാചകർ ഇന്ന് മുതൽ ഈ ദൈവസഭയിൽ എഴുന്നേറ്റ് വരണം. സ്വന്തം പറഞ്ഞാട്ടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലെവലിൽ നിങ്ങൾ ചിന്തിക്കണം. ഒരു ഭാഗത്തേക്ക് ഒരു പഴയ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ്. അടുത്തിനെ ഈ ഭാഗത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുക. അത് നിങ്ങൾക്ക് വേണ്ടി കൈമാറാം. വായിക്കാം. പ്രവാചകന്മാർ എന്ന ചിന്തയിൽ നമുക്ക് മുമ്പോട്ട് വരാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 4-ാം അധ്യായം. എലീശ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാർ അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ തന്റെ ബാല്യക്കാരനോട്, നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഒരുത്തൻ തീരവരിപ്പാൻ വയലിൽ ചെന്ന് ഒരു കാട്ടുവള്ളി കണ്ട് മണി നിറയെ വേച്ചൂര വരച്ചു കൊണ്ടുവന്നു. അവർ അറിയാകയാൽ അരിഞ്ഞ് പായസകത്തിലിട്ടു. അവർ അത് ആളുകൾക്ക് വിളമ്പി. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവരെ കാലത്തിൽ മരണമെന്ന് പറഞ്ഞു. അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല. മാവ് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു. അത് കലത്തിലിട്ടു. ആളുകൾക്ക് വിളമ്പിക്കൊടുക്ക എന്ന് പറഞ്ഞു. പിന്നെ ദൂഷ്യമായുള്ളതൊന്നും കലത്തിലുണ്ടായിരുന്നില്ല. എന്റെ ശ്രദ്ധിക്കണം. നമ്മളീ പറഞ്ഞ തലക്കെട്ടുകൾ വെച്ച് പ്രവാചകന്മാരെ നിങ്ങൾ ഓർക്കണം. അന്ന് പണ്ടൊക്കെ പ്രവാചകന്മാർ അപൂർവമാണ്. ശ്രദ്ധിച്ച് ഒരു 95-ന് മുമ്പോട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ അവൻ ഒരു ജില്ലയ്ക്കൊരു പ്രവാചകൻ വെച്ചാൽ. ഹലോ, കേരളത്തിൽ അറിയപ്പെടുന്ന പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ചെറുപ്രായത്തിലൊക്കെ കേട്ടിട്ടുള്ളത് ഒരു ജില്ലയ്ക്കൊരു പ്രവാചകൻ, അല്ലെങ്കിൽ ഒരു ദേശത്തിനൊരു പ്രവാചകൻ വെച്ചാൽ. പക്ഷെ ഇന്നൊരു ഗ്രാമത്തിന് ഒരു പഞ്ചായത്തിന് 100 പ്രവാചകന്മാർ വെച്ച് നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് ശാപത്തിന് കാരണമാകരുത്. ദൈവം വെളിപ്പെടുന്നില്ലെങ്കിൽ ഇതെല്ലാം അഗ്നിക്കിരയായി മാറും. ക്ഷാമകാലത്ത് അഭിഷിക്തന്മാർ കൂടിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ വാക്കുകൾ ചിന്തിച്ചാൽ ദൈവത്തിന്റെ നാവായവർ, സകലത്തെ നിവേദിക്കുന്നവർ, ദൈവ ഹൃദയം അറിയുന്നവർ, ഹൃദയം സഞ്ചരിക്കുന്നവർ, വിശുദ്ധന്മാർ, നീതിയിൽ നിൽക്കുന്നവർ, പ്രവാചകന്മാരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരുമിച്ച് കൂടിയിരിക്കുക. ഇതുപോലൊരു വീട്ടിൽ അവിടുത്തെ പ്രത്യേകത സാധാരണക്കാരായി ആരും അവിടെ ഇല്ല. എല്ലാവരും പ്രവാചകന്മാരാണ്. എല്ലാവരും ദൂരെ പറയുന്നവരാണ്. എല്ലാവരും ദൈവത്തിനായി നിലകൊള്ളുന്നവരാണ്. പ്രവാചകൻ അവൻ ദൈവ സമയത്തിനായി നിലകൊള്ളുന്നവനായിരിക്കണം. ഇവരെല്ലാം കൂടിയിരിക്കുകയാണ്. നമുക്ക് കാശികളില്ലാതെ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ഗിൽഗാലിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഒരുമിച്ച് കൂടിയിരുന്ന ഭക്തന്മാർ അവര് പായസം വെച്ചു. പായസം വയ്ക്കാം. നമ്മുടെ ഇന്ത്യയിൽ പായസം അതിരുതാണ്. പരമേശ്വരം പിടിച്ചു വരുമ്പോൾ എന്തോ ഒരു പദാർത്ഥങ്ങൾ മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ പായസം ഓരോരുത്തർ ശീലം അനുസരിച്ചാണ് വാക്കുകളെ മാറ്റിയത്. നോക്കി, ഈ പായസം പായസം ഉണ്ടാക്കുന്നത് എന്റെ ചിന്ത വെച്ചവര് പ്രവാചകന്, വിളമ്പിയവര് പ്രവാചകന്, കഴിച്ചവര് പ്രവാചകനാണ്. എല്ലാവരും പ്രവാചകനാണ്. സാധാരണക്കാരായി ആരും ആ മീറ്റിംഗിൽ ഇല്ല. അല്പം കൂടെ ലളിതമാക്കി പറഞ്ഞാൽ ഒരു നല്ലൊരു വർക്കേഴ്സ് മീറ്റിംഗ് നടക്കുക. വേറെ ആരും ഇല്ല. അവർ വെച്ചത് മധുരമാണ്, വെച്ചത് പായസമാണ്. പക്ഷേ പട്ടിയിൽ വിളമ്പെത്തിയപ്പോൾ മരണമായി പോയി. ആരുമില്ല. വെച്ചത് പായസം വിളമ്പെത്തിയപ്പോൾ മരണവുമായി പോയി. വെച്ചത് മധുരവും വിളമ്പിയത് തിന്മയുമായി പോയി. അന്നൊരു ശീലമുണ്ട്. എന്തെങ്കിലും കുഴപ്പം വന്നാൽ കാര്യം അറിഞ്ഞാൽ മതി, പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ശ്രദ്ധിക്കണം. പെട്ടെന്ന് അവിടെ എല്ലാവരും കൂടിയിരുന്നു. വെച്ചൊരു പായസം വിളമ്പിയപ്പോൾ നിലവിളി ഉയർന്നു. ഇന്നത്തെ നാടൻ രീതി അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ
വിളിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വരെ കൊണ്ടേയില്ല എന്ന് പറഞ്ഞാൽ ഇച്ചിരി കാശ് കൊടുക്കുന്ന കാര്യമാണ്. ഹലോ, ഗിൽഗാലിലാണ് അവിടെ വരെ കൊണ്ടില്ല ഇച്ചിരി കാശ് കൊടുക്കുന്ന കാര്യം. അതുകൊണ്ട് പെട്ടെന്ന് ഫോൺ കോൾ നമ്മുടെ നാട്ടിലേക്ക് വരും. എന്റെ ബാബരെ ഞാനൊരു ചിത്രീകരിക്കുകയാണ്. ഈ കൊച്ചു കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാലകളുടെ എല്ലാ പ്രവാചകന്മാർക്കും ഒരു ഫോൺ കോൾ വന്നു. എന്താ വിഷയം? വിളുവിയെത്തിയപ്പോൾ മരണമായി പോയി. പോരാണ്ടോ എത്രയാണ് ഞാൻ മാത്രം മതി. പോരാടോ വെച്ചത് പായസം വിളുവിയെത്തിയപ്പോൾ മരണം. കുറച്ചുപേര് പറഞ്ഞു ഇത്രയും അഭിഷിക്തന്മാർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ തീർച്ചയായും ദേശത്തിന്റെ അധിപതി ഇളകിയത് ഒരു പോരാട്ടവ ശാസിച്ചാൽ മതി, വയ്ക്കോളൂ. പലരുടെ അഭിപ്രായങ്ങൾ പലതായി മാറുമ്പോൾ വെളിപ്പാടുള്ളവർ പറയും പായസത്തിൽ മരണം വീണതിന് കാരണക്കാരൻ പുറത്തല്ല, അകത്താണ്. എന്റെ ചോദ്യം, അകത്തെ കാരണക്കാരനെ കണ്ടുപിടിക്കുവാൻ ഈ പ്രവാചകന്മാർക്ക് കഴിഞ്ഞില്ലയോ? അതെന്താ അങ്ങനെ? ആ കൂടെ ഒരു മനുഷ്യരുടെ ഏലീശ. ആരാ ഏലീശ? ഒരു കാലഘട്ടങ്ങളിൽ വ്യത്യസ്തനായ മനുഷ്യനായിരുന്നു ഏലിയാവ്. അത്തരത്തിലുള്ളപ്പോൾ പ്രകൃതി വരെയും നിയന്ത്രിക്കപ്പെട്ടു. എന്നാൽ ആ ഏലിയാവിനെ വ്യാപരിച്ച അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കിന്റെ പുതപ്പ് ആരുടെ കയ്യിലുണ്ട്? ഏലീശയുടെ കയ്യിലുണ്ട്. എന്തുകൊണ്ട്? ഏലിയാവിനേക്കാൾ ഒരു പ്ലസ് പോയിന്റ് ഏലീശയ്ക്ക് പറയാറുണ്ട്. ഏലിയാവ് പ്രകൃതിയെ നിയന്ത്രിച്ചപ്പോൾ ഏലീശയുടെ കല്ലറയിൽ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. ശരിയാ, ഇവരെല്ലാം ഈ കൂടെയുണ്ട്. കൂടെയിരുന്ന ഒരുത്തൻ എഴുന്നേറ്റ് പോയപ്പോഴും അവൻ കാട്ടുവഴി പറിച്ചപ്പോഴും കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴും അരിഞ്ഞ് പായസക്കലത്തിൽ ഇട്ടപ്പോഴും പന്നിയിൽ വിളമ്പിയപ്പോഴും നാവിൽ മരണമായി കയറിയിട്ടു. ഇവന് വെളിപ്പാടി കിട്ടിയില്ലേ എന്നാ ചോദ്യം. ആരും കിട്ടില്ല. ഒന്നാം സ്വർഗത്തിലെ ദിശ പോലെ ഒരു അനുഭവം. വെച്ചവനും പ്രവാചകനാ, വിളമ്പിയവനും പ്രവാചകനാ. വചനം പറയുന്നു ഇവൻ സകലത്തെയും വിവേചിക്കുന്നു. രാജ്യത്തെ വിവേചിക്കാൻ ഇവൻ മുൻപിലാ. നാട്ടുകാർക്ക് ഒരു കുറ്റം കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ ഇവൻ മുൻപിലാ. രാജാവ് ഒരു തെറ്റ് കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഈ പ്രവാചകന്മാർ മുൻപിലാ. കൂടെയുള്ള ശിഷ്യൻ 10 പൈസ മേടിച്ച് ജീവിക്കാൻ നോക്കിയപ്പോൾ അവിടെ വെളിപ്പാടിന്റെ വില കയറി ചെന്നവരാ ഇവർ. പക്ഷേ സ്വന്തം നാവിൽ ഈ മരണം കയറിയിട്ടും വിവേചിക്കാൻ അഭിഷേകത്തെ കുറ്റം പറയില്ല. സമയമായപ്പോൾ ഇത് പ്രവർത്തിക്കാതെ മാറിക്കിടക്കുകയാണ്. എല്ലാവരും പറഞ്ഞു തകർച്ചയുടെ കാരണക്കാരൻ പുറത്തല്ല, അകത്ത. അതെന്താ അങ്ങനെ? എല്ലാവരും തോന്നുന്നവരല്ലേ? എല്ലാവരും വെളിപ്പാട് വരുന്നവരല്ലേ? എല്ലാവരും പ്രവചിക്കുന്നവരല്ലേ? അതെ, സ്വതന്ത്രം. ഏതൊരു എതിർപ്പിന്റെ പിന്നിലും കാരണങ്ങൾ രണ്ട്. ഒന്ന്, ജാതീയ മേഖല. കൂടുതൽ പേർക്കും വെളിപ്പാടായി പ്രവചനമായി കിട്ടുന്നത് ജാതീയ മേഖലയാണ്. സ്വന്തം അവിടെ ശാസിച്ചും പരിശിച്ചും പരിപാടി ചെയ്യും, രക്ഷപ്പെടും. രണ്ടാമത്തെ എതിർപ്പിന്റെ തരം ആത്മീയ മണ്ഡലമാണ്. പക്ഷേ ഇത് വെളിപ്പെടാൻ അല്പം ലേറ്റാണ്. ജാതീയ മണ്ഡലത്തേക്ക് ഒന്നുകൂടെ അറിയ പറഞ്ഞാൽ നിരവധി ശുശ്രൂഷയുടെ ഒത്തിരി മുഖങ്ങൾ പ്രദാനം ചെയ്ത് മാതൃക നിർണ്ണയിച്ച് ഈ ലോകത്തിന്റെ രക്ഷകനായി ഗതാഗതം വെടിഞ്ഞ ഒരു മനുഷ്യനുണ്ട്. മനുഷ്യപുത്രനെ അവതരിച്ച യേശു കർത്താവ്. അദ്ദേഹം ഒത്തിരി കാര്യം ചെയ്തു കാണിച്ചു. ഒത്തിരി കാര്യം, അത്ഭുതങ്ങളുടെ ദൃഷ്ടാന്തം, വീര്യപ്രവൃത്തികളുടെ ദൃഷ്ടാന്തം, തിരുമേശയുടെ ദൃഷ്ടാന്തം, ഒത്തിരി ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു. കടലിൽ നടക്കാം, ഒത്തിരി കാര്യങ്ങൾ കാണിച്ചിട്ട് അവസാനം പറഞ്ഞു ലാസ്റ്റ് വീട്ടിൽ
പറഞ്ഞു, പിന്നെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാം, പേര് പറഞ്ഞ് വിളിക്കാം. ശരിയാ. വെള്ളത്തിൽ കടലിന് മൂലിക്കുന്ന നടക്ക്. ശരിയാ. ആയിരങ്ങൾക്ക് നീ അത്ഭുതം ചെയ്യും. ശരിയാ. പക്ഷേ ഇവയൊക്കെ നിലനിൽക്കണമെങ്കിൽ വേറൊരു കാര്യങ്ങളുണ്ട്. എന്താ യേശുവേ? യോഹന്നാനോട് യേശു പറയുക, എന്നെ കാണിച്ചു കൊടുക്കാനുള്ളവന്റെ കരോ ഈ മീറ്റിംഗിൽ തന്നെ ഇരിപ്പുണ്ടെന്നാണ്. എന്റെ കർത്താവ് എങ്ങനെ പറഞ്ഞേ? ഞാൻ തള്ളിപ്പറയുന്ന പത്രോസ് കൂടെ ഉണ്ടെന്ന് അവൻ തള്ളിപ്പറയും മുമ്പേ ഞാനത് അറിഞ്ഞതാ. ഇവൻ തള്ളിപ്പറയും എന്ന് അറിഞ്ഞിട്ട് അവനും കൂടെ ഞാൻ തിരുമേശം കൊടുത്തത്. ഹലോ, ഇവനെ ഒട്ടിച്ചു വിളിക്കുമെന്ന് അറിഞ്ഞിട്ട് അവനെ ഞാൻ കൂടെ ഇരുത്തിയത്. ചിലരുടെ ചോദ്യം, എന്റെ യേശുവേ, റോമ സാമ്രാജ്യമല്ലേ നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ? അതെ, പക്ഷേ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്ന ആള് ഈ കൂടെ പോകുന്നു. നിങ്ങളെന്നോട് പോയി സ്വന്തം പറഞ്ഞാലേ എന്നെ കാണിച്ചു കൊടുപ്പാർന്നവന്റെ കരവും അത് ഈ മീറ്റിംഗിൽ ഇരിപ്പുണ്ട്. അവനെ കൂടെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൃപ പ്രാപിച്ചോളൂ. അടുത്ത വലത്തിന് കൂടി വരികയാണ്. നമ്മുടെ വരട്ടെ ഈ ഒരു ഭാഗം, ഈ ഒരു വെളിപ്പാട് നമുക്ക് ആ ഗിൽഗാലിന്റെ കൂട്ടത്തിലൂടെ കൈമാറാം. ഇവിടുത്തെ ഭാരതത്തെ അവൻ മരണമാക്കിയത് പുറത്തുള്ള അവസ്ഥയല്ല, അകത്തുള്ള മേഖലയാണ്. അതെന്താ അങ്ങനെ? അകത്തിരുന്നവൻ തന്നെ മരണക്കാരനായി, തകർച്ചയുടെ കാരണക്കാരനായി, മരണത്തിന്റെ വഴികാട്ടിയായി അവൻ പുറത്തേക്ക് മാറുകയാണ്. ഈ നൂറ്റാണ്ടിനോട് കൊണ്ടുവരികയാണ്. രാജ്യത്തെ ഇളക്കി വരയ്ക്കുന്ന അഭിഷേകവും പ്രവാചകനും എല്ലാവരും എനിക്ക് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഒരു നൂതന ദൈവസഭയുണ്ടായി. ജനത്തോടെ കൈമാറട്ടെ. ഒപ്പം നിൽക്കുന്നവനെ വിവേചിക്കുന്നില്ലെങ്കിൽ നിന്റെ അഭിഷേകം വ്യർത്ഥമാണ്. കുറച്ചുപേര് വിവേചനത്തിന്റെ കണ്ണ് യാതൊട്ടാലത്തിലേക്ക് തിരിച്ചു നോക്കി അവിടെ എന്തെങ്കിലും ചലനത്തിന് വ്യത്യാസം വന്നാൽ ഇവിടെ ഇരുന്ന് അതരക്കടിക്കും, നീ കാണിക്കുന്നത് തെറ്റാണെന്ന് പറയും. പക്ഷേ ഇവിടെ മരണം കയറിയിട്ടും ഒരെണ്ണം താഴെ വീണിട്ടും വെളിപ്പാട് പിടിക്കാൻ സമയമില്ലാതെ ഈ 5ാമത്തെ പകൽ ഒരു ബുദ്ധി ഉപദേശത്തോടെ കൈമാറുകയാണ്. ഒറ്റവാക്യ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, വിവേചനത്തിന്റെ ആഴങ്ങളാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. സഭ അന്യഭാഷയിൽ മുൻപിൽ അവയോട് ചേർത്ത് പറയുമ്പോൾ കൊരിന്ത്യ സഭയിലേക്ക് വരണം. കൊരിന്ത്യ സഭയ്ക്ക് ഞാൻ കൊടുക്കുന്ന പേര് ഇന്നത്തെ ചൈന സെറ്റ് പോലെ, മൊബൈലിൽ പോലെ ചൈന സെറ്റ് പോലെ, അഥവാ ഡുവൽ സിപ്പും ഡുവൽ ബാറ്ററിയും. അർത്ഥം ഇവരെ ആത്മീയത അപ്പോൾ തന്നെ ചെടിയിലുമാണ്. എയർടെല്ലിലുണ്ട്, അപ്പോൾ തന്നെ ഐഡിയയിലും ഡ്യൂട്ടിയിലുണ്ട്. പ്രവചിക്കാൻ ഇവരെ കഴിഞ്ഞ വേറെ ആളുള്ളൂ. ക്ലേച്ഛത ചെയ്യാൻ ഇവനാ മുമ്പിൽ. പ്രവചനം വിശുദ്ധിയാണെങ്കിൽ പാപം ചെയ്യാൻ നിനക്ക് അധികാരമില്ലെന്ന്. പ്രവചനം അത് വിശുദ്ധമായതുകൊണ്ട്, ഇത് ദൈവം കൈമാറിയതുകൊണ്ട് ഇതിനകത്ത് എന്റെ ജഡത്തിന്റെ മയം വെളിപ്പെടുത്താൻ എനിക്ക് അനുവാദം ഇല്ല. നിന്റെ പ്രാർത്ഥന ഇതല്ല എനിക്ക് ഇഷ്ടം. പക്ഷെ നീ ഇനി ഗുണപ്പെടാനുണ്ടെന്ന് പ്രാർത്ഥന നീ അന്യഭാഷ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒട്ടും പറയുന്നില്ല. എല്ലാം പക്ഷെ അകത്തിരിക്കുന്നത് പുറത്തു പോയില്ലെങ്കിൽ ഇത് തകർച്ച കാരണമായി തീരുമെന്ന്. അത്രമാത്രം കൊണ്ട് സന്തോഷം തരുന്നത് എനിക്കറിയത്തില്ലെങ്കിലും ഇന്ന് പകൽ ആത്മീയ മണ്ഡലം വിവേചിക്കപ്പെടാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരു മുന്നറിയിപ്പ് കൈമാറുകയാണ്. ചിന്തിച്ച്
വിവേചനങ്ങളെ മറച്ചു പിടിക്കും. സ്വതന്ത്രം ജോബാസോറുകൾ ഇവിടെയുണ്ട്. ഒത്തിരി മേഖലകൾ ഒരുമിച്ച് കടന്നുപോയി. ഞങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് രാജസ്ഥാനിലൊക്കെ കർത്താവിന് നാമം കടന്നു പോയിട്ടുണ്ട്.